ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. നമ്മളെ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലല്ലേ? ഈ ടൈറ്റിൽ എനിക്ക് തന്നത് ഈ സ്റ്റോറി ഞാൻ ചെയ്യാൻ വന്ന മാത്രം ടൈറ്റിൽ പറഞ്ഞ എനിക്ക് ടൈറ്റിൽ ഒന്നും കിട്ടില്ലായിരുന്നു. ടൈറ്റിൽ തന്നത് വേറെ ആരില്ല, ലില്ലിയാണ് ഈ ടൈറ്റിൽ തന്നത്. താങ്ക് യു ലില്ലി. ലില്ലിക്ക് അതെ, നമ്മൾ ലില്ലി സ്റ്റോറി കേൾക്കാൻ പോകാൻ. ലില്ലിക്ക് ഒരു സ്റ്റോറി ഫാൻറ്റസി സ്റ്റോറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലില്ലിക്ക് ഫാൻറ്റസി സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ലില്ലി? അതെയാണ് അല്ലേ? അതെ, ആ അതെ. ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട എൻ്റെ നിക് നെയിം നിങ്ങൾക്കെല്ലാം അറിയുമല്ലോ. എനിക്ക് രണ്ട് നിക് നെയിം ഉണ്ട്. എനിക്ക് മിയ നിക് നെയിം, റോസ് നിക് നെയിം. അത് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ എപ്പോഴും വേണം എന്നെ റോസ് വിളിക്കുക, അല്ല മിയ എന്ന് വിളിക്കുക. ഓക്കെ, ഞാൻ സ്റ്റോറി പറയാൻ പോവാം. ഓക്കെ, മാജിക് സ്റ്റോറി നമുക്ക് കേൾക്കാൻ പോവാം. നമ്മളെ ഹീറോയിൻ്റെ പേരെന്താണ് പറഞ്ഞാൽ ഞാൻ പിന്നെ പറയാം, അത് സർപ്രൈസ്. അതെ, നമ്മളെ ഹീറോയിൻ നമുക്ക് ഹീറോമാരെ എപ്പോഴും മാതിരി ഒരു ഫേമസ് ഐഡലൊന്നുമല്ല ഈ സ്റ്റോറിയിൽ. ഇതിൽ 7 പ്രിൻസ് മാജിക് ബോയ്സ് ആണ്. അതെ, എപ്പോഴും മാതിരി ഇതിലൊരു റിച്ച് ബോയ്സ് അത് മാത്രമല്ല, അവർ ഐഡലും അല്ല. ഇതിൽ നോർമൽ സ്റ്റോറി. നമുക്ക് സ്റ്റോറിക്ക് പോവാം. നമ്മൾ ഹീറോയിൻ്റെ പേരാണ് നസറിയ. ഓക്കെ, സ്റ്റോറിക്ക് പോവാം. നസറിയ, എടി നസറിയ. ആരാ ഇത് വിളിക്കുന്നത്? എടി നസറിയ, ഞാനാ രാജ വിളിക്ക. എണിടി ഏയ് എന്തിനാണ് വിളിക്കുക? ദീദി എന്നെ സ്കൂളിൽ കൊണ്ടുപോയിട്ടാക്ക്. എന്താ സ്കൂളിൽ പോവാ? എന്നിട്ട് സ്കൂളിൽ പോവാ? ഞാൻ റെഡി. എത്ര മണി ക്ലാസ് പഠിക്കുന്നത്? പറയൂ 5ാം ക്ലാസ്സാ? എടി എത്ര ക്ലാസ് അടി നീ പഠിക്കുക? ഈ രാവിലെ എഴുതിച്ച് വിളിക്കുക. നീ പറഞ്ഞോ. 6ാം ക്ലാസ്. ഇപ്പം 6ാം ക്ലാസ്സാ? 6ാം ക്ലാസ് പഠിച്ചിട്ട് എന്താടി ചെയ്യാൻ പോകുന്നത്? എനിക്ക് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയിട്ട് നീ എന്താടി ചെയ്യാൻ പോകുന്നത്? പഠിക്കണം. എക്സാം ഉണ്ടോ? പോയിട്ട് ഇന്നാളെ പോയിട്ട് നീ ആരോ മൂക്കിനൊടച്ചല്ലോ. ആരടി മൂക്കിനൊടിച്ച നീ? അർസഫ്. അതാരാ? അങ്ങനെയാണോ? ശരി. എന്നിട്ട് ഹീറോയിൻ അനിയത്തി വഴക്ക് പറയണം. ശരി രീതി എന്നെ കൊണ്ടാക്ക് അതെ പറഞ്ഞ ഹീറോയിൻ്റെ അനിയത്തി. അതെ, ഹീറോയിൻ ഇപ്പോൾ ഫ്രണ്ട്. അതെ, വോയിസ് കൊടുക്കുമ്പോൾ ലില്ലി പോയി. പാതി വോയിസ് ഞാൻ കൊടുക്കാം. അങ്ങനെ ചേച്ചി ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ബോയിനെ അടിച്ച് ശരിയാക്കി. അതുകൊണ്ട് ആ ചെക്കൻ പേടിച്ച് സീറ്റ് എടുത്ത് ആ ചെക്കന് വേറെ സ്കൂളിൽ പോയി കൂടി. ഇതാണ് ടീച്ചർ പറഞ്ഞത്. ഇതാണ് പ്രശ്നമോ എന്നെ ഹീറോയിൻ വഴക്ക് പറയായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോയി 6ാം ക്ലാസ് പഠിക്കാൻ. ഹീറോയിൻ്റെ അനിയത്തിയാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഹീറോയ്ക്ക് ഒരു അനിയനുണ്ടായിരുന്നു. അനിയൻ പഠിക്കുന്നത് +2 ആണ് പഠിക്കുന്നത്. +2 അല്ല, 10th പഠിക്കുന്നത്. +2 ആണ് നെക്സ്റ്റ് പഠിക്കുക. ഹീറോയിൻ ഫസ്റ്റ് ഇയർ കോളേജാണ് പഠിക്കുന്നത്. ഏതോ ഒരു കഷ്ടം എന്നെ ഹീറോയിൻ വഴക്ക് പറയാൻ. ഇവരെ വെച്ച് എന്ത് ചെയ്യാം? എന്നെ ഹീറോയിൻ അനിയത്തിനെ വെച്ച് മൂടീനെ പിടിച്ച് വലിച്ച് ബാക്കി വെക്കള. എന്താ ഇവിടെ ശബ്ദം കേൾക്കുന്നത്? ഞാൻ 6ാം ക്ലാസ് പഠിക്കാൻ, നിനക്ക് എന്താണ് പ്രശ്നം? എടി നീ ഞാൻ 10ാം ക്ലാസ് പഠിച്ചത്. നീ 6ാം ക്ലാസ് പഠിച്ചിട്ട് നീ എന്തിനാ പഠിച്ചിട്ട് ഇത് ബുക്ക് പേപ്പർ വന്ന് മമ്മിക്ക് കാട്ടുന്നത്? എനിക്ക് തല്ല്. നീ മുട്ട മെങ്ങി എനിക്ക് എന്താക്കണടാ? എന്നെ 2 പേര് പോയേക്കാ. ഈ ഹീറോയി തല കൈ വെച്ച് എന്താടി പ്രശ്നം? നോക്കൂ മുട്ട മെങ്ങിയിട്ടുണ്ട്. 2 മാർക്ക് ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്. എനിക്ക് 100 കിട്ടിയത്. അതൊക്കെ എന്ന് നീ ചേട്ടന് ക്ലൂസ് മതി പിടിച്ച്. 100 കിട്ടിയോ? അതെ ദീദി, എനിക്ക് ഇതിൽ കുറച്ച് ഡൗട്ടാണ്. ദീദിയും കൂടെ വന്ന് പഠിച്ചതാ. ഇവൻ എന്ത് ചെയ്താ? ഗെയിം എന്ന് കളിച്ചതാ. എനിക്ക് വന്ന് ടോർച്ചർ ചെയ്യാം എന്ന് ഹീറോയിനോട് പറയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷൻ വന്നു. മുറിക്കായിരുന്നു. ഇല്ല ദീദി, എന്നിട്ടല്ലേടാ ഫ്ലാഷ് ബാക്ക് ഓർക്കാം. ഹീറോയി പറയായിരുന്നു, വാടാ പഠിക്കാം. ഇല്ല, ഞാൻ കളിക്കാൻ പോവാം. ഈ ടീച്ചർ ഓർക്ക് പറയൂടാ, ഇല്ല മുട്ട കൂട്ടു, അത് പ്രശ്നമില്ല, ഞാൻ നല്ല പഠിക്കുക എന്ന് പറഞ്ഞു. ഇതാണ് ഫ്ലാഷ് ബാക്ക്. ഹീറോയി നോക്കിയിട്ട് മുറിക്കായിരുന്നു. ഇത് ഞാനല്ലടാ പറഞ്ഞ. പ്രശ്നമില്ല ദീദി, ഞാൻ പോവാം എന്ന് പറഞ്ഞു. ബാപ്പ വന്നു. ആരുടെ മക്കളെ, ആരല്ലേ ഫസ്റ്റ് മാർക്ക്? വാ കുട്ടികളെ എന്ന് വിളിക്കായിരുന്നു. പാസത്തിൽ വിളിക്കുന്ന അല്ല തല്ലാൻ വിളിക്കുന്നതാ എന്ന് ഹീറോയിൻ്റെ ഹണി പറയായിരുന്നു. അങ്ങനെ പേപ്പർ ഫസ്റ്റ് വിളിച്ച ഹീറോയിൻ കൊടുത്തു. വാവ്, നല്ല മാർക്കാ. ശരി, മോനെ വാടാ. ഈ പാപ്പ വിളിക്കുന്ന വില്ലത്തനെ വാടാ. ഏനടാ ഫസ്റ്റ് മാർക്ക് എടുത്തിന്? അത് നോക്കിയിട്ട് കണ്ണെല്ലാം റെഡായി. എന്താടാ ഇത് മാർക്ക്?
മുട്ട കിട്ടി ഡാഡി. മുട്ടല്ല ഡാഡി, ഈ മാർക്ക് കിട്ടിയാൽ എനിക്ക് നല്ല മാർക്കാണ് എന്ന് പറഞ്ഞ് എനിക്കറിയില്ലടാ, ഞാൻ ആരാ അന്വേഷിച്ചു പല പല നടി വെച്ചിരുന്നു. ഹീരോയിൻ്റെ ഡാഡി ഒരു പ്രൊഫസർ, ലാബ് വെച്ച് ഇത് ഒരു പ്രൊഫസർ പറഞ്ഞ, അതെ നല്ല പ്രൊഫസർ പറഞ്ഞ നല്ല ടീച്ചറാണ്. ടീച്ചർ മാത്രമല്ല പ്രൊഫസർ ലാബ് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ, അതെ റോബോട്ട് അതെല്ലാം വെച്ചിട്ട് പുതിയ കണ്ടുപിടിപ്പിക്കുന്നതായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ ഹീറോയിൻ്റെ മമ്മി പറഞ്ഞ ഒരു ടീച്ചറാണ്, പ്രിൻസിപ്പൾ ടീച്ചറാണ്. രണ്ടുപേർ മുറിക്കായിരുന്നു. എന്താണ് നീ പുതിയ കണ്ടുപിടിച്ചത്? ഇല്ല മമ്മി അതൊന്നുമില്ല, തല്ലിയായിരുന്നു. അനിയത്തി വിളിക്കായിരുന്നു, കുട്ടി ഇങ്ങോട്ട് വാ, നീ എത്ര മാർക്ക്? 100ൽ 100 എന്ന് പറയായിരുന്നു. ആദ്യം കേട്ടിട്ട് ചക്കരി കുട്ടി നിനക്കുണ്ട്. അങ്ങനെ ഇങ്ങനെ പോയി സർപ്രൈസ് കൊണ്ടുവരാ. ഇതാ വെച്ചു ചേട്ടാ, ചേച്ചനല്ലേ പറഞ്ഞ, ഞാനിങ്ങനെ കിട്ടിയില്ലേ എന്ന് കളിയാക്കായിരുന്നു. എനിക്ക് ചോക്ലേറ്റ് കിട്ടും, നീയല്ലേ വല്ല ആളാക്കിയ, എനിക്ക് സൈക്കിൾ കിട്ടും, നീയല്ലേ പറഞ്ഞ ഫസ്റ്റ് മാർക്ക് കിട്ടിയാൽ എനിക്ക് ബൈക്ക് കിട്ടും, എനിക്ക് സൈക്കിൾ കിട്ടും, പോടെ തെണ്ടി എന്ന് പറഞ്ഞു എന്ന് വല്ല ആളാക്കിയത് ഒറ്റോട്ട്. ഇത് ഹീറോയിൻ്റെ ചേട്ടനിക്ക് അല്ല ഹീറോയിൻ്റെ അനിയനിക്ക് ടെൻഷനായിരുന്നു. സാധാ പാവം ഇതൊക്കെ, ഇവൾക്ക് സൈക്കിൾ കിട്ടുമല്ലോ, എന്നിട്ട് സൈക്കിൾ പഞ്ചറാക്കാതെ വിടലടി എന്ന് പറയുന്നത്. അതെന്താ ഇങ്ങനെ പോയിട്ട് സൈക്കിൾ കൊണ്ടുവന്നത്. എന്ത് പപ്പാ, എന്താ നിനക്ക് വേണ്ടി സൈക്കിൾ? ഹായ് ബൈസൈക്കിൾ. ഇതിൽ നല്ല സൈക്കിളമ്മ. ഇത് മാത്രമല്ല ഈ സൈക്കിളിന് എനിക്ക് ചാർജ് കുത്താം. ഇതൊക്കെ ചാർജ് കുത്താൻ എനിക്ക് അത് പറയുന്നത്. താങ്ക് യു ഡാഡി എന്ന് പറയുന്നത്. മോളെ എന്താപ്പാ, എനിക്ക് സ്കൂട്ടർ വേണമെന്നിട്ടുണ്ട്. ഹായ് സ്കൂട്ടർ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂട്ടറാണോ? താങ്ക് യു. ശരി, എന്തിനാ ഇങ്ങനെ മേങ്ങി കൊടുക്കുന്നത്? നിങ്ങളെ മകൻ നല്ല പഠിച്ചോണ്ടാ തന്നെ, നിങ്ങൾ ഒരു ബൈക്ക് എടുത്ത് കൊടുത്താൽ പിന്നെ അവൻ ഇപ്പം ആൾ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നു. അതെ, ആൾക്ക് ബൈക്ക് സൈക്കിൾ അത് കൊടുത്തതായിരുന്നു. അതിപ്പം മേങ്ങിച്ച് വെച്ചതാ. ഇനി ബൈക്ക് പോലീസ് പിടിച്ചാൽ കൊണ്ട് എനിക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. 18 വയസ്സായാൽ മാത്രമേ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് അങ്കിൾ പറഞ്ഞു കൊടുത്തത്. അപ്പം ആദ്യം സ്കൂളിൽ പോകുമ്പോൾ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പേടിച്ച് കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ സൈക്കിളിൽ മാത്രം അവൻ പോകുന്നത്. ഇപ്പോൾ മുറിക്കായിരുന്നു 2 പേരെ.